ബാക്ക് ടു അനോറ ഇൻസൈറ്റ് സീരീസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം, അനാരോഗ്യകരമായി നമ്മൾ എങ്ങനെയാണ് സമ്മർദ്ദങ്ങളെ നേരിടുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ വിസിറ്റ് ചെയ്യാൻ സൗകര്യം കിട്ടിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ എന്തിനാണ് മദ്യം കഴിക്കുന്നതെന്ന് എൻ്റെ ഭാര്യ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇപ്പോഴാണ് എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ചോദ്യാവലി തന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസത്തിലേക്ക് മനുഷ്യർ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ സ്ട്രെസ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ആരോഗ്യകരമായാണോ ആണോ എന്നുള്ളതാണ് പ്രധാനം. ആരോഗ്യകരമായി കൈകാര്യം ചെയ്യുന്ന രീതികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അനാരോഗ്യകരമായ ഒരു കോപ്പിംഗ് മെക്കാനിസമാണ് ഈ പറയുന്ന ആൽക്കഹോൾ യൂസ്, സിഗരറ്റ് സ്മോക്കിംഗ്, ഡ്രഗ് ഉപയോഗിക്കൽ, പോണോഗ്രഫി അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇൻ്റർനെറ്റ് അഡിക്ഷൻ എന്നൊക്കെയുള്ള രീതിയിലേക്ക് എത്തിച്ചേരുന്നത് ആദ്യമേ ഇവരൊരു അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം തുടങ്ങിയതാണ് ഇപ്പോഴൊരു അഡിക്ഷനിൽ എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓവർ ഈറ്റിംഗ്, അതിനെ നമ്മൾ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയും. അതുപോലെ ഷോപ്പിംഗ് സ്പ്രീ, കണ്ടമാനം ഷോപ്പ് ചെയ്യുക, ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ദേഷ്യം കാണിക്കുക, സെൽഫായിട്ട് തന്നെ കുറ്റപ്പെടുത്തി ഇങ്ങനെ റൂമിനേറ്റ് ചെയ്ത്, അതായത് ഒരേ കാര്യം തന്നെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ജീവിതം പാഴാക്കുക. ഇങ്ങനെ പല രീതിയിൽ ആളുകൾ ഈ ഒരു അൺഹെൽത്തി ആയിട്ട് അവരുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇത് ചെയ്താലുള്ള ദോഷവശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇതൊക്കെ ചെയ്യുമ്പോഴൊരു ടെമ്പററി ആയിട്ടൊരു റിലീഫ് കിട്ടും ആൾക്കാർക്ക്. പക്ഷെ ഭാവിയിൽ ഈ ഒരു അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം ഏറ്റെടുത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കും പിന്നീട് അവർ സോൾവ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനെ ഒരു അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസത്തിലോട്ട് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കുക, നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ സ്ട്രെസ് ഇല്ലാത്ത ഒരാളും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യകരമായി നമുക്ക് ഒരുമിച്ച് അതിനെ നേരിടാം. അതിന് വേണ്ടിയിട്ട് വേണ്ട പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുന്നതിൽ മടിക്കുന്നതിലും ഒരു കാര്യമില്ല. നമുക്ക് തന്നെ ഈസി ആയിട്ട് ആരോഗ്യകരമായി സന്തോഷകരമായി ജീവിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും.